നമ്മൾ എത്ര കാലം ഇങ്ങനെ ശത്രുതയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകും? ഈ ഒരു ജന്മം അല്ലെങ്കിൽ മറ്റൊരു ജന്മം നമുക്ക് ഒന്നാവാം. ഒരു പ്ലാൻ ഉണ്ട്. ദൈവമേ, എല്ലാം മനസ്സിൽ വിചാരിക്കുമ്പോൾ നടന്ന ഒരു ട്രിപ്പാ. ബാബു പാലത്തിന്റെ കൊണ്ടുപോയി. അങ്ങനെയോ ഞാൻ ആരുടെയും ജീവിതത്തിൽ ഇല്ല ഇല്ല ബാബു, ഇതൊക്കെ അത്രേ ഉള്ളൂ. താജ്മഹൽ പണിഞ്ഞ് സ്വന്തമാക്കിയ പെണ്ണിനെ പബ്ലിക് ടോയ്ലറ്റിൽ കൊണ്ട് ഉപേക്ഷിക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ ആളുകൾക്ക് അപ്പിടാൻ വേണ്ടി. കുഴപ്പമില്ല ബാബു, ഇതൊക്കെ ഞാനങ്ങനെ സഹിക്കും. പക്ഷെ വേറൊരു പെണ്ണെ സഹിക്കത്തില്ല ഇതൊന്നും. ആർക്കും സഹിക്കാൻ പറ്റത്തില്ല ഇതൊന്നും. മിസ്റ്റർ പരിന്തുവാസു, ഈ ശാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് കളയും മിസ്റ്റർ പരിന്തു? എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. പെണ്ണിന്റെ കൺഫേം ആയിട്ട് നാളെ ഏതോ ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കണ്ട, നാളെ നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ. മള്ളി പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തുമ്മിയിട്ട് തര വന്ന് മൈക്ക് ഇടിച്ച് ബോധം പോകും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നാളെ സംഭവിക്കുന്നേ. ഇതാണ് ഞാൻ ഇവളോട് സംസാരിക്കാത്ത. എന്തെങ്കിലും പറഞ്ഞാൽ ഈ പ്രാഗ് ശരിക്കും വലിക്കും മള്ളി. ഞാൻ സത്യം പറയാൻ മരിക്കും. സത്യമാണ്. എന്റെ ഒരു ഐഡിയ ഉണ്ട്. നമ്മളൊന്ന് ഹർട്ട് ചെയ്യാത്ത രീതിയിൽ അങ്ങ് മ്യൂച്വൽ ആയിട്ട് പിരിയുന്ന പോലെ അങ്ങ് പിരിയാണ്. അവർക്ക് നമ്മളോട് ഒരു സെന്റിമെന്റ്സ് തോന്നണം. അയ്യോ ഇയാൾ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് തോന്നണം. അത് അങ്ങ് പ്രാക്കൊക്കെ അങ്ങ് പൊക്കോളാണ്. നല്ല നാറ്റമായിരിക്കും, എന്നാലും ദൂരം പിടിച്ചാൽ. ഓണപ്പാട്ടിൻ പാടുന്നുള്ള മുന്നാറ്റക്കിളി കുന്നാണക്കുന്നാണക്കുളിയേ. പാട്ടിൻ പാടുന്നുള്ള മുന്നാറ്റക്കിളി കുന്നാണക്കുന്നാണക്കുളിയേ. ഓണപ്പാട്ടിൻ പാടുന്നുള്ള മുന്നാറ്റക്കിളി കുന്നാണക്കുന്നാണക്കുളിയേ. ഓണപ്പാട്ടിൻ പാടുന്നുള്ള മുന്നാറ്റക്കിളി കുന്നാണക്കുന്നാണ. ഇതെന്നെ എനിക്ക് കോള് വന്നില്ലടാ. ഇതുകൊണ്ട് ഒരു മിസ് കോള് കാണിക്കുന്നത്. ഹലോ ഹലോ ഹലോ, ആരാ? ഏടാ നീയോ? എവിടെയാണ്? കണ്ടിട്ട് നീ എവിടെ? ബീച്ചില്. എത്ര കാലായി ഗോസ്മറേ? ഞാനും കുറച്ച് തിരക്കിലായിരുന്നു ഗോസ്മറേ. പേര് വരെ മറന്നുപോയി. ഇപ്പഴല്ലേ കിട്ടിയത്. പേര് മറന്നുപോയാ? പിന്നെ പക്ഷെ ഓർത്തിരുന്നില്ലേ ഗോസ്മറ? ഇവിടെ ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക. ഒന്ന് പ്രൈവസി വേണമായിരുന്നേ. ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം. ഓക്കെ. ഗോസ്മർഗഡി അല്ല ഇവന്റെ പേര് മറന്നു. പക്ഷേ അതെ എലിയെ തന്നെ വിളിച്ചു. ബാബു എലി ഒന്ന് ജസ്റ്റ് ഒന്ന് ചാടു. എനിക്ക് ഓക്കെ ശരി. ഞാൻ പറഞ്ഞില്ലേ എലി ചാടുവന്ന്. എഴേ മാത്രല്ലോ. സോറി എലി ബാബ ഒന്ന്. നമ്മൾ എത്ര കാലം ഇങ്ങനെ ശത്രുതയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകും? നമുക്ക് രണ്ടുപേർക്കും അറിയാം, ഒരുപാട് നല്ല മെമ്മറീസ് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ദലി. ഇപ്പോഴും ആകാശത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ആ താജ്മഹൽ കാണാൻ പറ്റും. പക്ഷെ കണ്ണടക്കണം. കണ്ണ് തുറന്ന് നോക്കിയാൽ നടക്കൂല. കണ്ണടച്ച് നോക്കുമ്പോ ഇപ്പോഴും എനിക്ക് ആ താജ്മഹൽ കാണാം. അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്.
എനിക്ക് വേണ്ടി. കാശ് വേണമെന്നാണോ? അല്ല, സാഹചര്യങ്ങളുടെ മനസ്സിലാക്കുന്നില്ല മള്ളി പറയുന്നത്. മനസ്സിലാക്കാവോ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പല കാര്യങ്ങളും നമുക്കിടയിൽ സംഭവിച്ചു. മെയിൻ കാര്യം, ഈ ഗ്യാങ്ങിന് വേണ്ടി സമയം മുടക്കിയ സമയത്ത് കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എലിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതെൻ്റെ ഒരു തെറ്റാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എല്ലാം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് ഒരു തരം, എനിക്കതൊരു ട്രോമയാണ്. ഇല്ല മിസ്റ്റർ പരിദോസ്, ഞാനൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എനിക്കൊരു അവിഹിതം ഉണ്ടാക്കി തരുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇല്ല, നമുക്കതൊന്നും പറഞ്ഞ് ഇനി വെറുതെ ബാഡ് ആക്കണ്ട എലി. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു സെക്കൻഡ് എലി. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ മെമ്മറീസ്. ഒരുപാട് താങ്ക് യു ഒരുപാട് 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 സന്തോഷമുണ്ട്. ഈ ഒരു ജന്മം അല്ലെങ്കിൽ മറ്റൊരു ജന്മം നമുക്ക് ഒന്നാവാം. അണ്ണന് എലി സംഭവം എന്ന് വെച്ചാൽ അണ്ണൻ ഇപ്പൊ നമ്മ ഗ്യാങ്ങിന്റെ ഒക്കെ കുറച്ച് ഇതായോണ്ട് ഇപ്പൊ ഒന്നിനും സമയം അപ്പൊ എലിക്ക് ഒരു ഹോപ്പ് വന്നിട്ട് വെറുതെ എന്തിനാണ് എലിയുടെ ഒരു നല്ല ജീവിതം കളയുന്നത് അണ്ണ വിചാരിച്ചില്ല. നമ്മ ഇപ്പൊ കുണ്ട്ര ബീവറേജ് വണ്ടി ഫാക്ടറി ഒക്കെ തുടങ്ങിയോണ്ട് മൊത്തത്തിൽ ഒരു തിരക്കില്ല. എലിയുടെ നല്ലൊരു ജീവിതം അണ്ണനായിട്ട് കളയണ്ടല്ലോ വിചാരിച്ചിട്ടാ. അണ്ണനെ എലി അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് എലി വിചാരിക്കുന്ന പോലെ എല്ലായിരുന്നു അമ്മ. അപ്പൊ ഇതിൽ കൂടുതൽ ഞാനൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല എലി. Mr. Bharadwaj, I am okay with all the decisions that you made and I'm fine, Mr. Bharadwaj, I am fine. I am also fine. അണ്ണനെ എലി ഒരിക്കലും ശപിക്കരുത്. അതിന്റെയൊക്കെ നാടകം. ഇത്രയൊക്കെ സംബന്ധിച്ച് മൊള്ളിയുടെ ഒരു ഹഗിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് അറിയിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് മൊള്ളിയുടെ കടാശം വീണത് എലിയുടെ മേലെയാണ്. ഈ കടാശം ഞാനൊരു 2-2.5 വർഷം കൊണ്ടു നടന്നായിരുന്നേ. കഷ്ടപ്പാട്. അപ്പൊ ശരിയല്ലേ? ശരി ശരി ശരി. ഞാൻ അധികം സംസാരിച്ച് ചിലപ്പോ ഇവിടെ കരഞ്ഞു പോകുന്നതുകൊണ്ടാ. പ്ലീസ് മള്ളി വേണ്ട, കരയില്ല കരയില്ല. മള്ളി വന്നേ വന്നേ വന്നേ. എലി പോയിട്ട് വരാം. ആള് ഉള്ളി തട്ടി പറഞ്ഞ ഇത്രയും നേരം ഉള്ളി തട്ടി പറഞ്ഞതാ. വേണ്ട വേണ്ട, ടിഷ്യൂ പേപ്പർ വേണ്ട, ടിഷ്യൂ പേപ്പർ വേണ്ട. ഓടിക്കോ ഓടിക്കോ. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ചോറ് വിളമ്പി വെച്ചേരാ, ഞാൻ കൊണ്ടുവരാം. എടാ ഈ കൊച്ചിന് ദൂരന്ന് തുണി ആ നിങ്ങളുടെ എല്ലാവരും കല്യാണം. അയ്യോ, അപ്പൊ കുട്ടി സിംഗിൾ ആണല്ലേ? അപ്പൊ ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്തായിരുന്നു പേര്? എന്റെ പേര് യാസ്മിൻ റോഡ്രിഗസ്. യാസ്മിൻ റോഡ്രിഗസ്. മള്ളി വിളിച്ചായിരുന്നു എന്നെ? ഹലോ? ഇല്ല ബാബുവിനെ വിളിച്ചില്ല. സിറ്റിലെന്നിട്ട് ഒത്തിരി നാളായോ? ഓ ഞാൻ കുറെ നാളായി. കുറച്ചാളാണ് എക്സ് ആയിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പെങ്കൊച്ചു ചേച്ചി പറഞ്ഞത് അതാണ്. ഈ നാട്ടിലുള്ള എല്ലാരും അവന്റെ എക്സ് ആകാനും. അതെ അതെ, ഈ നാട്ടിലുള്ള എല്ലാ പെമ്പിള്ളേ. അത് ജൂഡിന്റെ ഗേൾ ഫ്രണ്ടും. എന്നോടാണോ? എന്റെ പേര് യാസ്മിൻ. യാസ്മിൻ. അതുപോലെ എനിക്കറിയാം, ഞാൻ ഇതിന്റെ ഇനാഗ്രേഷൻ വന്നായിരുന്നു മറ്റേ കേബിയുടെ കൂടെ. ഐ മീൻ സോറി, എനിക്ക് ഓർമ്മയുണ്ട്. ഓ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. സംസാരിക്കും തിരിച്ചു പോലും പണ്ടേ അങ്ങനെയാ പെണ്ണിന്റെ കാര്യത്തില്. യാസ്മിൻ കൊള്ളാല്ലേ? യാസ്മിന്റെ ശബ്ദം കൊള്ളാല്ലേ? അവര് കൊടുത്തിട്ടില്ല. യാസ്മിൻ കൊള്ളാം കോച്ച്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞു. കോച്ച് എന്തിനാ വിളിച്ചേ? കാര്യം പറഞ്ഞു. உன்னோட எக்ஸ கொண்டுட்டு வந்துருவா, உனக்கு ஒரு ஹக் கூட கொடுக்கல, எனக்கு பிடிக்கல, அடுத்த ஜென்மத்துல காணாம சொல்லிட்டு வந்துடலாம். കൊല്ലണ്ട പ്രശ്നം മനസ്സിലായോ? പ്രാക്ക് കിട്ടും, മനസ്സിലായ? പെണ്ണിന്റെ പ്രാക്ക് കേട്ട് കഴിഞ്ഞാ വിളിച്ചോക്ക് വരുന്നുണ്ടാന്ന് വിളിച്ചോക്ക്. യാസ്മിനാ? യാസ്മിൻ കൊള്ളാം. ടെറർ ലുക്ക് ഉണ്ട്. പോമള്ളി
പോവാം. ഞാൻ- ഇത്ര നമ്മുടെ കൂടെ വന്നവരാണ്. വണ്ടി എടുത്തിട്ട് വണ്ടി നാരദാ പോയിട്ട് വരാം. അപ്പൊ വേഗുട്ടി പോയിട്ട് വരാം. ആ എലി പോയിട്ട് വരാന്ന് പറയണില്ല. എപ്പോഴെങ്കിലും ഒക്കെ എവിടെങ്കിലും ഒക്കെ വെച്ച് കാണാം. കാണാം വാസണ്ണ. ഇങ്ങ് വാ. എലി കരയില്ലേ 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 അറിയുന്നല്ല കേറി അവസാനമായിട്ട് ലവ് യു എലി ലവ് എന്ന് പറഞ്ഞിട്ട് മള്ളി എലി അവസാനം എല്ലാവരും ബൈ ബൈ ലവ് യു ആർക്കാടാ കൊടുത്തേ? ആർക്കോ അവിടുന്ന് കേട്ട് എലി വിൽ മിസ് യു എലി. ഓ മള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ, എലി ഒരുപാട് ചീത്ത പറയുന്നതിനെക്കാട്ടി നല്ലതേ ഇങ്ങനെ എന്തെങ്കിലും മറ്റേ പഞ്ചാര വാക്ക് പറഞ്ഞിട്ടേ ഇതാണ് നല്ലത്. സൈഡിലോട്ട് വണ്ടി നിർത്തും അണ്ണാ, ഒരു കാര്യം പറയണേ. ഓ മള്ളി ശരിക്കും എലിയെ മിസ് ചെയ്യുന്നുണ്ടോ? അണ്ണ ഒന്ന് വരണം എന്റെ കൂടെ. സൈഡിലോട്ട് എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് മള്ളി ശരിക്കും എലിയെ മിസ് ചെയ്തോ? മള്ളി ശരിക്കും മിസ് ചെയ്യുന്നു. ബാബു സെറ്റ് ഒരു മിനിറ്റ്. ഫിയർ ദ ഡ്രാഗൺ, റെസ്പെക്ട്. ഇതാരാടാ ഇത്? ഇത് ഏത് ഗ്യാങ്? സംഭവം ഇല്ലേ കുറച്ച് ദിവസം മുമ്പ് അണ്ണന് കിട്ടിയത് തല തിരിഞ്ഞു. അണ്ണനെ ഒരാൾ രണ്ടുപേരും വന്ന് വയനാട്ട് വലിച്ചു കയറ്റിക്കൊണ്ട് പോയില്ലേ? അണ്ണനെ നേരത്തെ കുറച്ച് ആൾക്കാരെ ഇന്നലെ വാനി വലിച്ചു കയറ്റിക്കൊണ്ടങ്ങ് പോയില്ലേ? ആ സ്വയംന് ബാബു സെറ്റിന് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. ഓണപ്പാട്ടിൻ പാടുന്നുള്ള മുന്നാറ്റക്കിളി ഏതാണീ? ഹലോ 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 ഹായ് വാസണ്ണ. വിൽ മിസ് യു ടു ആൻഡ് ലവ് യു ഫോർ എവർ. ബ്ലോക്ക്ഡ്. പറയടാ. ആ സാധനം ബാബു സേട്ടിന് കൊടുക്കാൻ പ്ലാൻ ആണേ. അപ്പം ബാബു സേട്ടിനെ കൊണ്ട് വണ്ടി എടുപ്പിക്കണം. അതെ അതെ പെട്ടെന്ന് പറഞ്ഞ സസ് അടിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്യും. അതെ ഇങ്ങോട്ടും എല്ലാരും ക്യാരി ചെയ്തോ. എന്നിട്ട് ഞാൻ ബാബുവിനോട് പറയാം വണ്ടി എടുക്കാൻ. അണ്ണനൊരു കാര്യം ചെയ്യും, അണ്ണൻ കോച്ചിനോട് ക്യാരി അടിക്കാൻ പറഞ്ഞ, അല്ലെങ്കിൽ കോച്ചിനെ അണ്ണൻ ക്യാരി അടി. എന്നിട്ട് അണ്ണൻ ഓണപ്പാട്ടിൻ പാടുന്നുള്ള മുന്നാറ്റക്കിളി. ഓക്കെ, ഞാൻ എന്ത് പറയണ്ട അവനോട്? ബാബു വണ്ടി എടുക്ക, ബാബു സേൻ വണ്ടി എടുക്കുന്ന പറഞ്ഞാൽ ബാബു സേൻ നിങ്ങൾ ആദ്യം കയറി. ക്യാരി അടി ക്യാരി അടി. കൊച്ച് സിറ്റി വിടും, അതാണ് സാധാരണ നടക്കുന്നത്. ബാ ബാ ബാ. മള്ളി പെണ്ണേഴ്സായിരുന്നോ? ജുഗ്രുവിന്റെ ആ പെണ്ണേഴ്സിനല്ലേ? അപ്പൊ ഓക്കെ അറിയാലോ അറിയാലോ. ബാബു സേട്ട് വരണ്ടെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി. എല്ലാവർക്കും നിന്നെ ഈ പെണ്ണുകാലത്ത് പേടി കേട്ടോ ബാബു. പേടി മള്ളി പേടി. സത്യം, ഞാൻ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിന്നെ കൊണ്ടുവന്നത്. മള്ളി അതുപോലെ ബെനിഫിറ്റ് ഉണ്ടായില്ലേ മള്ളി നമുക്ക്? കേറി കേറി കേറി. അപ്പുക്കുട്ടാ വെളിയിലെ ഇറങ്ങി. എടാ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഏഫ്ക്കാണേ, പെട്ടെന്ന് തരാവേ. ആ ഇത് വണ്ടി ഓടത്തെ ഇതെന്ത് പവറായി വണ്ടി. ബാബു സേൻ നേരെ പോ, സ്പീഡിൽ പോയി. മറ്റേ ഇതില് റോഡിലോട്ട് എടുത്തിട്ട് റോഡിലോട്ട് സ്പീഡിൽ പോകും. സ്പീഡിൽ ഇതിലെന്തല്ല ഇത്ര പവർ ഉണ്ട് ഈ വണ്ടിക്ക്? പിന്നെ നല്ല power. സ്പീഡിൽ പോയി നോക്കി. ദൈവമേ, എല്ലാം മനസ്സിൽ വിചാരിക്കുമ്പോൾ നടന്ന ഒരു ട്രിപ്പാ. പെട്രോൾ പമ്പ് ഒന്ന് അടിച്ചാൽ പൊട്ടില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്ത് സീരിയസ്ലി പൊട്ടൂല. എവിടെയെങ്കിലും ഏതെങ്കിലും വണ്ടി ഇടിച്ചു നോക്കിയാൽ അയ്യോ ബാബു. കടലിൽ പോവാൻ ഞാൻ സമ്മതിക്കില്ല, ധൈര്യത്തിരിക്കെ. അത്ര എന്തായി? ഇതെന്താ ഈ വണ്ടി ഒരു ബാലൻസ് ഇല്ലാതെ വണ്ടി? ഈശ്വരാ മറിയല്ലേ, ഈശ്വരാ പ്ലീസ് നല്ലപോലെ ഓട്ടിരി പ്ലീസ്. ഇത്ര വല്ല കായ കൊടുത്തിട്ട് ഈ സാധനം പഠിച്ചിട്ട് ബാലൻസ് ഇല്ല. സത്യം.
ഇതെന്താ ഇങ്ങോട്ട് എങ്ങോട്ട് ഓടിക്കുന്നത് ബാബു സേട്ടൻ എന്തോ ബഗ്ഗായി ഹലോ 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 ഇതെന്താ ഇങ്ങനെ നടന്നാ ഇല്ല ബാബു ബഗ്ഗായി എന്തോ പ്രശ്നം പറ്റിയല്ലേ വണ്ടിക്ക്? ബാബു സേട്ടൻ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബഗ്ഗായി ബാബു സേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബഗ്ഗായതാ ഇത് ബഗ്ഗായതാ ഹലോ ഹലോ വാസുണ്ണ വിൽ മിസ് യു ഓട്ടിക്കറിയുന്ന വണ്ടി എടുക്കുമെന്ന്. ഇല്ല ബാബു സേട്ടൻ നിങ്ങളൊക്കെ കയറി അടിച്ചിരിക്കും അപ്പൊ ഞങ്ങള് വീണു പോകും. ബാബു സാർ നേരെ കേറ്റിക്കോ നേരെ ബാബു കേക്കാവോ ബാബു കേക്കാവോ നിനക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടുമ്പോ ഒന്ന് പറയണേ. എനിക്കതൊന്ന് കവറിലാക്കി തരണേ. എലി 2 വട്ടമായിട്ട് വിളിക്കണം എന്നെ. വിളിച്ചിട്ട് വിൽ മിസ് യു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുക. നീ ഒന്ന് റോഡിൽ ഇറക്കൂടാ. ഈ വണ്ടിയുടെ പ്രശ്നമാണ് ഇത്. പയ്യെ പോ, നീ ഒന്ന് പമ്പ് വരെ എത്തിക്ക്. പമ്പ് പിന്നാടി പോയി. നമ്മളെ പമ്പ് നമ്മുടെ പമ്പിൽ പെട്രോൾ ഇല്ല അതിന്. ഉണ്ട് ഇല്ല ചന്ദ്രൻ റീബിൽ ചെയ്തിട്ടില്ല അതിന്. പമ്പൊക്കെ ഉണ്ട് നമ്മളെ. അങ്ങോട്ട് പോ. നോക്കട്ടെ അവിടെ എട്ടോ സ്പീഡിൽ പോയി ഇടിച്ചു നോക്കി ബാബു സേട്ടൻ. ഇടിച്ചെന്ന് ബാബു ഒട്ടൂല, ഇവിടത്തെ പമ്പ് ഒട്ടൂല. അതല്ല ഞാൻ തലൂത്തനായി. അത് ഇറങ്ങി അത് ഇറങ്ങുമ്പോ ശരിയാവും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ ശരിയാവും. ഇറങ്ങിയിട്ട് കേറിയാ മതി. ഇറങ്ങിക്ക് മള്ളി ഒന്ന് പെട്രോൾ അടിച്ചിങ്ങനെ രാവിലെ കോള് വരുന്നത്. ഓ ഹായ് ബ്രോ. തലയൊക്കെ വെട്ടിട്ടേക്കുന്നു. നീ എവിടാ? ഗ്യാസ് സ്റ്റേഷൻ ഡസൻ സ്റ്റോർ. എടാ ആയില്ലേ? കൊടുത്തന്നാ തിരിഞ്ഞ് ഇപ്പൊ മറ്റേ സാധനം വരും. കൊണ്ടു ഏ സാധനം? മറ്റേ വണ്ടി കയറ്റി കൊണ്ടുവന്ന ഹലോ സ്റ്റോക്കിലടാ ഇവിടെ. ആ മള്ളി തന്നെ ഞാൻ പറഞ്ഞത്. ചന്ദ്രൻ ഇവിടെ പെട്രോൾ ഇല്ലല്ല ഇപ്പൊ ബാബു പാലത്തിന്റെ അവിടെ കൊണ്ടുപോയിട്ടുള്ളൂ. പാലത്തിന്റെ അവിടെ വിടുവട്ടാ. വണ്ടി എടുത്ത് പാലത്തിൽ കൊണ്ടുവരും. ഒരാൾ പൊക്കണോ? കേറി കേറി ആരൊക്കെ പൊക്കുന്നു? എന്റെ എങ്ങോട്ട് കൊണ്ടുപോവര്? പാലത്തിന്റെ അടി നമ്മള് മറ്റേ സാധനത്തിന്റെ അവിടെ. ഇവിടെ എടാ ഫ്യൂൽ ഇല്ലടാ. അയ്യോ അടിച്ചില്ല ഇപ്പോഴും. ഫ്യൂൽ ഇല്ല ഇവിടെ. എന്റെ ഉണ്ട് ക്യാൻ നിനക്ക് എന്റെ എല്ലാ ക്യാൻ. സെറ്റ് ഞാൻ ബാബു പാലത്തിന്റെ അടി കൊണ്ടുപോയി. അടിച്ചോട്ടെ ഞാനൊന്ന്. അതാണ് ചന്ദ്രനായിരുന്നു വണ്ടിയില്. നീ എവിടെ നിക്കണേ? ചെറിയൊരു കേറല്ലേ വണ്ടി കേറല്ലേ. ഓ ഞങ്ങളതാവരുത്. ആ മാപ്പിലൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ലൈവ് നോക്കാം. എവിടെടാ അത്? അത് മറ്റേ മറ്റേ സാധനത്തിന്റെ അവിടെ. എല്ലാരും അവിടെയാണോ കൊണ്ടുപോണേ? എല്ലാരും സാധനത്തിന് കൊണ്ടുവരും. എല്ലാരും സാധനത്തിന്. പക്ഷെ എന്നെ കൊണ്ടുപോയില്ലല്ലോ. അണ്ണ